രാവിലെ ടിഫിൻ ഉണ്ടാക്കിയ ചപ്പാത്തി കുറച്ച് ബാക്കിയായി. അത് കളയാൻ മനസ്സും വരുന്നില്ല. രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി അല്ലേ എന്നാണ് എല്ലാവരും പറയണത്. എന്നാൽ പിന്നെ അതിൽ എന്ത് റെസിപ്പി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ന്യൂഡിൽസിൻ്റെ സെയിം റെസിപ്പി ചപ്പാത്തി ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ഓർത്തത്. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായി നുറുക്കിയ സവാള കിരികിരിയിട്ട് നന്നായിട്ട് വഴറ്റുക. അതിന് മുൻപ് നമുക്ക് ഈ ചപ്പാത്തീനെ നൂഡിൽസും അതിൽ നീട്ടത്തിൽ നല്ല സ്ലൈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പം ഞാൻ സമയക്കുറവ് മൂലം അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഗിരിയിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം, ഒരുപാടില്ല. അപ്പോൾ അതും ഈ സവാളയുടെ ഒപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് കുറച്ച് വഴന്നതിന് ശേഷം നമ്മളതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 3 ഇല്ലെങ്കിൽ മുട്ട ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഒന്നാണെങ്കിലും ഒഴിക്കാം കേട്ടോ. അതൊക്കെ സ്വന്തം ടേസ്റ്റിൻ്റെ ഒരു രീതിയിൽ ചെയ്തോളൂ. അപ്പോൾ മുട്ട നമ്മളിപ്പോൾ ഒഴിച്ചിട്ട് അത് നന്നായി മുട്ട ചിക്കിയെടുക്കുന്ന പോലെ നന്നായി ചിക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ന്യൂഡിൽസിൽ ചേർക്കുന്ന ക്യാപ്സിക്കം അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ. പിന്നെ ഇത്തിരി ക്യാരറ്റോ ബീൻസൊക്കെ നന്നായി ചെറുതായി മുറിച്ചിട്ട് ഇടുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ആ വെജിറ്റബിൾ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ കഴിക്കാൻ നേരത്തെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടിഫിൻ ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് സമയക്കുറവുമാണ്. പിന്നെ കടയ്ക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാനുള്ള സമയവുമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൽ മെയിനായി ചേർക്കുന്നത് മാഗി മാജിക് മസാലയാണ് കേട്ടോ. കടകളിൽ വാങ്ങാൻ കിട്ടും. ഒന്നിന് 5 രൂപയുള്ളൂ വില. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 എണ്ണം ഞാനതിൽ ചേർക്കുന്നുണ്ട്. വലിയ എരിവൊന്നും ഉണ്ടാവില്ല. മാഗി ആയതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇപ്പിയുടെ അല്ലേ നല്ല എരിവുണ്ടാവുക മസാല. മാഗി അങ്ങനെ അത്ര എരിവൊന്നുമില്ല. അപ്പോൾ 2 എണ്ണം ചേർക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന എരിവ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഫ്ലേവറും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. അത് ഇട്ടിട്ട് 2 എണ്ണം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നൂഡിൽസ് പോലെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ചപ്പാത്തീനെ അതിലേക്ക് മെല്ലെ ഇടാം. എന്നിട്ട് നന്നായി ഇളക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 തക്കാളിയൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവറൊക്കെയാണ് കേട്ടോ. നിറയെ ഐഡിയാസ് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സമയക്കുറവ് മൂലം പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് എനിക്കിതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കയ്യിലുണ്ടായിരുന്നു. അതും കുറച്ച് ഞാനിതിലേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. ഫൈനലി നമ്മുടെ ചപ്പാത്തി കൂട്ട് എന്താ ഇങ്ങനെ ആയിട്ടുണ്ട്. നൂഡിൽസ് പോലെ ഫോർക്കൊക്കെ വെച്ചിട്ട് കുട്ടികളെ പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ.